This is our second lecture on Python for machine learning. And in the last class, what we did was we tried to set up some Python statements. We tried to execute them in Jupyter Notebook. And probably some of you, at least some of you might have done that exercise that is posted on Moodle. And it is very essential that you complete those exercises before you complete the next thing. And I have posted today's worksheet and reading material on Moodle. You can, those who are following along with me, that is, if you are doing that classwork as and when I do my lecturing, they can download it from Moodle and have a look at it. And they can also come along with me in doing the exercises. So let me switch to that presentation mode. Wait a second. So this is Chrome. Okay. Hope you are able to see this. So, okay, this is so. So this is the material for Jupyter Notebook for our second lecture. So what we will study today is some control statements. Pythonle ഇത് എനിക്ക് തോന്നുന്നത് വളരെ ഒരു സിമ്പിളായ കാര്യമാണ്. നിങ്ങൾ കുറച്ചെങ്കിലുമൊക്കെ സ്കൂളിലും മറ്റ് ക്ലാസ്സുകളിലൊക്കെ പ്രോഗ്രാമിംഗ് പഠിച്ചിട്ടുണ്ടാവും. പ്രോബബ്ലി ഇൻ യുവർ ഫസ്റ്റ് ഇയർ ഓൾസോ യു ഹാവ് സം ബേസിക് പ്രോഗ്രാമിംഗ്. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് സമ്മറൈസ് ചെയ്ത് പൈത്തണിന്റെ കണ്ടക്സ്റ്റിൽ ഒന്ന് സമ്മറൈസ് ചെയ്യാണ് ഇന്ന് ചെയ്തത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നോക്കുന്നത് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ് കണ്ട് ഈ സ്റ്റേറ്റ്മെന്റുകൾ ഫോർ വൈൽ ഇഫ് എൽസ് എൽഇഫ് അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകളുടെ ഞാനൊന്ന് ക്വിക്കായിട്ട് സമ്മറൈസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ എക്സർസൈസുകൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ സോ ദാറ്റ് ഐ ഹാവ് ഗിവൺ ഓൾ കൈൻഡ് ഓഫ് വേരിയേഷൻസ് ഹിയർ. ഞാൻ എൻ്റെ ഒരു ഹോംവർക്ക് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, സോ ലെറ്റ് us look at a for loop. ഫോർ ലൂപ്പ് പൈത്തണിൽ ഉപയോഗിക്കുന്നത് ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ഇറ്ററേഷൻസ് നടത്താനാണ്. ഏതെങ്കിലും കുറെ സ്റ്റേറ്റ്മെന്റുകളുടെ കുറെ പ്രോഗ്രാമിംഗ് ഇൻസ്ട്രക്ഷൻസിന്റെ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ഇറ്ററേഷൻസ് നടത്താനായിട്ടാണ്. അപ്പോൾ അതൊരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ പൈത്തണിലെ നിങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ കുറച്ച് പേരൊക്കെ സി ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. സിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിങ്ങിന്റെ ഒരു ഇത്തിരി പഠിച്ചിട്ടുണ്ടാവും. മേ ബി ബാക്ക് ഇൻ യുവർ +2 ഓൾസോ. ദിസ് ഈസ് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫ്രം അതർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. ഫോർ എക്സാമ്പിൾ ഈ പൈത്തണിലെ ഫോർ ലൂപ്പിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സി ഫോർ ദർ ഇസ് എ വേരിയബിൾ ഹിയർ. യു ക്യാൻ പുട്ട് എനി വേരിയബിൾ നെയിം ഹിയർ. നിങ്ങൾക്ക് നേരത്തെ ഡിക്ലെയർ ചെയ്യണമെന്നല്ല, യു ക്യാൻ യൂസ് വേരിയബിൾ നെയിം സ്ട്രേറ്റ് അവേ ഹിയർ. ഞാനിപ്പോൾ എക്സ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് ദർ ഇസ് എ ലിസ്റ്റ് ഓഫ് തിങ്സ് ടു ബി ഐറ്ററേറ്റഡ്. ഇത് ഇപ്പം ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് 1, 2, 3 എന്നാണ്. Then there is a semicolon. Don't forget it. There is a semicolon. Then there is a statement that you should repeat. See, ഇത്രയും ഓരോ തവണ റൺ ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഫോർ ലൂപ്പ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർ ലൂപ്പിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ ഫോർ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റുകൾ കുറച്ച് ഇൻഡന്റ് ചെയ്താണ് എഴുതുന്നത്. സി ഫോർ എക്സാമ്പിൾ യു സീ ഹിയർ, സി ദി ഇൻഡന്റേഷൻ, ദർ ഇസ് എ ടാബ് ഇൻഡന്റേഷൻ. അത് പൈത്തണിലെ എല്ലാ ബ്ലോക്കുകളും പ്രോഗ്രാമിംഗ് ബ്ലോക്കുകളെല്ലാം തന്നെ ഇൻഡന്റ് ചെയ്താണ് എഴുതുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് എഴുതുകയാണെങ്കിൽ അതൊരു ബ്രാക്കറ്റിലോ കെർലി ബ്രാക്കറ്റിലൊക്കെയാണ് നിങ്ങൾ എഴുതുന്നത്. അതിന് പകരം you will write your programs with an indentation. See, ഒരു ടാബ് തള്ളിയിട്ടായിരിക്കും എഴുതുന്നത്, ഇതിന്റെ കണ്ടന്റ് എഴുതുന്നത്. Let us run this. So when you run it, so x will be assigned 1 first, then we will print it 2, 3. So whatever is here, if you have say 8 here, see, instead of 3, say let me run that. So whatever it is here, this is assigned here to x, and then the statements under this is run. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പലതരം പ്രോഗ്രാമിംഗ് പ്രോബ്ലംസിനും അപ്രോച്ച് ചെയ്യും. അല്ലെങ്കിൽ ഒരു ലിസ്റ്റിനെ ഐറ്ററേറ്റ് ചെയ്യാനായിട്ട് ഈ ഫോർ ലൂപ്പ് പല രീതിയിൽ ഉപയോഗിക്കും. അപ്പോൾ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ടത് ഈ കോളൻ വേണം,
ഇവിടെ ഒരു ഇൻഡന്റേഷൻ വേണം എന്നുള്ള രണ്ട് കാര്യം. അപ്പോൾ ഇത് രണ്ട് നിങ്ങൾ ചേഞ്ച് ചെയ്ത് നോക്കി. ഇപ്പോൾ ഇതിപ്പോൾ ആ കോളൻ ഇല്ലെങ്കിൽ യു വിൽ സ്ട്രൈറ്റ് അവേ യു വിൽ ഗെറ്റ് എൻ എറർ ഹിയർ. സി, ആ കോളം പോയാൽ അവിടുന്ന് അപ്പം തന്നെ ഒരു എറർ കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തു വരുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂസ് ആണ്. യു ക്യാൻ ജസ്റ്റ് ട്രൈ മൂവിങ് അറൌണ്ട് ദിസ്. ഓക്കെ, നൗ നമ്മൾ നമ്മളിനി വേറൊരു ഐഡിയ എന്ന് പറയുന്നത് ഇങ്ങനെ ഇതിന് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് റേഞ്ച് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കും. റേഞ്ച് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം ഈ റേഞ്ച് സ്റ്റേറ്റ്മെന്റ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നത് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ആദ്യം ലെറ്റ് us have a look at the help range. ഇതിൻ്റെ ഹെൽപ്പ് ഒന്ന് എടുത്ത് നോക്കാം. റേഞ്ച് സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ള അറിയാനായിട്ട് റേഞ്ച് സ്റ്റേറ്റ്മെന്റ് വലിയൊരു ഹെൽപ്പ് ഒക്കെ തരുന്നുണ്ട്. സോ നമുക്ക് ഒരു സീരീസ് ഓഫ് വാല്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എൻ്റെ അപ്പോൾ ഞാൻ ഐ ക്യാൻ ഷോ ദിസ് ബെറ്റർ. നിങ്ങൾ റേഞ്ച് 6 എന്ന് പറഞ്ഞാൽ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് 0 മുതൽ 5 വരെയുള്ളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഇത് ഇപ്പൊ എക്സിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ സമയത്ത് നോക്കുകയാണെങ്കിൽ 0, 1, 2, 3, 4, 5 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇനി ഞാനൊരു എക്സാമ്പിൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഞാൻ റേഞ്ച് 6 ഉണ്ടാക്കി. ഇപ്പൊ എക്സിന്റെ വാല്യൂ റേഞ്ച് ആണ് 6 അപ് ടു റേഞ്ച് 6 ഉണ്ട്. ഞാൻ ഇതിനകത്ത് എക്സിലെ അപ്പൊ ഈ പർട്ടിക്കുലർ സ്ഥലത്ത് ഞാനിപ്പോ എക്സ് എന്ന് മാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ 0, 1, 2, 3, 4, 5 എന്ന് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദെൻ when you execute your for loop, see ഇതിലെ ഓരോന്നും എടുത്തിട്ടായിരിക്കും റൺ ചെയ്യുക. അപ്പം നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. നോക്കൂ, ഇതിപ്പോൾ എന്ത് ചെയ്യും? see this for loop was run 6 times with 0, 1, 2, 3 up to 5. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റേഞ്ച് എന്ന് പറഞ്ഞ കമാൻഡ് ഉപയോഗിച്ചാൽ അത് ഒരു റേഞ്ച് ഓഫ് നമ്പേഴ്സിനെ ജനറേറ്റ് ചെയ്യും. ആ നമ്പേഴ്സിൽ 0-ലായിരിക്കും തുടങ്ങുന്നത്, മറ്റേ എൻഡ് ചെയ്യുന്നത് അവിടെ കൊടുത്തേക്ക് നമ്പർ -1-ലായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് വേറൊരു ഐഡിയ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടും എൻഡും കൊടുക്കാം ഈ ഇതിന്. സോ അതാണ് ഞാൻ ഇവിടെ അടുത്ത് കാണിച്ചേക്കുന്നത്. സി ഹിയർ, ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ 3 മുതൽ 6 വരെയുള്ള റേഞ്ചാണ് എടുത്തത്. അപ്പൊ 3, 4, 5. സി ദി ലാസ്റ്റ് വൺ -1 വിൽ ബി ഇൻക്ലൂഡഡ്. ദിസ് വൺ -1. സോ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 3, 4, 5. Then this will not be included. That you should be very clear about it. So I have again printed it. Now here, so let us in my next example, so I have added a step also. അപ്പോൾ ഇത് എൻ്റെ റേഞ്ച് എൻ്റെ നമ്പേഴ്സ് 3 മുതൽ 16 വരെയാണ്. സ്റ്റെപ്പ് 2 വെച്ചാൽ സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട്. മറ്റേതെല്ലാം 1 ആയിരുന്നു സ്റ്റെപ്പിൽ. ഡീഫോൾട്ട് ആയിട്ട് 1 വെച്ചാൽ 1, 2, 3. അപ്പോൾ ഇത് ചെയ്യുന്നത് 3, 5, 7, 9, 11, 15. അപ്പം യു ക്യാൻ വേരി എനി ഓഫ് ദീസ് പാരാമീറ്റേഴ്സ്. ഈ റേഞ്ച് അപ്പൊ ഈ റേഞ്ചിന്റെ പുറത്ത് നമ്മൾ ഐട്രേറ്റ് ചെയ്യാണ് ചെയ്ത് ഓരോ ഇതിനകത്തും. അപ്പൊ സോ ഐ ഹോപ്പ് ദിസ് ഇസ് എ വെരി സിമ്പിൾ എക്സാമ്പിൾ ഇൻ വിച്ച് യു ഐട്രേറ്റ് ഓവർ എ ലിസ്റ്റ് ഓഫ് വാല്യൂസ്. അപ്പോൾ സോ ദാറ്റ് ഈസ് ദ ബേസിക് ഐഡിയ ഓഫ് എ ഫോർ ലൂപ്പ്. നൗ ലെറ്റ് us സ്ലൈറ്റ്ലി എക്സ്പാൻഡ് ഇറ്റ്. നിങ്ങൾ അടുത്തതായിട്ട് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് ഫോർ ലൂപ്പിൽ എഴുതാം. അതായത് ലൂപ്പിനകത്ത്, ലൂപ്പ് കൺസ്ട്രക്റ്റിനകത്ത് ഈ ഇൻഡന്റേഷൻ ലെവൽ, അതായത് ഈ ഫോർ ലൂപ്പിനുള്ളിലുള്ള സാധനങ്ങളാണ് ഈ 2 ലൈൻ, ഈ പ്രിന്റ് എന്നും പ്രിന്റ് എൻ ഇൻറ്റു എൻ. സോ ബോത്ത് ദി സ്റ്റേറ്റ്മെന്റ്സ് വിൽ ബി റിപ്പീറ്റഡ്. അപ്പൊ നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ എഴുതിയാൽ അതും കൂടെ ഇതിനകത്തായിരിക്കും. അതേസമയം നിങ്ങൾ ഇവിടെ ഇങ്ങോട്ട് മാറ്റി എഴുതുന്നിരിക്കട്ടെ, പ്രിന്റ് എൻ. സോ ദിസ് യു ഷുഡ് ബി വെരി ക്ലിയർ. അപ്പൊ ഇതില് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ ഞാൻ എഴുതാം. സോ let us comment it first. This print and let us comment it and let us run this. ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് നിങ്ങൾ കിട്ടിയ എൻ്റെ പ്രോഗ്രാം ഇതായിരുന്നു. 3, 3ന്റെ സ്ക്വയർ, 4, 4ന്റെ സ്ക്വയർ, 5, 5ന്റെ സ്ക്വയർ. അതെഴുതും. ഇനി അപ്പൊ ഇത് ഈ ഇൻഡന്റേഷൻ ലെവലിലാണ് നമ്മുടെ പ്രിന്റ്, ഈ ലെവലിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുക. അപ്പൊ ഇത് ഫോർ ലൂപ്പ് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിന് പുറത്ത് ഇപ്പുറത്തോട്ട് മാറ്റി, നമ്മൾ ഇപ്പുറത്തോട്ട് മാറ്റി ഒരെണ്ണം എഴുതിയ ദിസ് ഇസ് ഔട്ട്സൈഡ് ദി ഫോർ ലൂപ്പ്. അത് ഇതിന്റെ ലെവലിലാണ്. ഈ എക്സ്, 4, പ്രിന്റ് ഇതെല്ലാം അതിന്റെ ലെവലിലാണ്. അപ്പൊ ദാറ്റ് വിൽ ബി റൺ ഓൺലി വൺസ്. സി ഹിയർ, അപ്പൊ എന്നിന്റെ വാല്യൂ പ്രിന്റ് ചെയ്ത്, n 5 ആയിരുന്നു, ആ 5 ഈ എന്നിന്റെ വാല്യൂ ഒന്നുകൂടി പ്രിന്റ് ചെയ്ത്. ദിസ് വിൽ നോട്ട് ബി റിപ്പീറ്റഡ്. This particular thing will be run only once because that change in the indentation level. But this you should be careful about
that indentation level. Now, so this is a small variation. What I have done is I have put an end thing here. അപ്പോൾ അതിൻ്റെ റീസൺ കൂടെ ഞാൻ പറഞ്ഞു. അതായത് നമുക്ക് ഉപയോഗമുള്ള ഒരു സാധനമാണ്. നിങ്ങൾ കുറച്ചൊരു അപ്പുറത്തോട്ട് പോകുമ്പോൾ വലിയ വലിയ പ്രോഗ്രാമുകൾ എഴുതുമ്പം ഈ എൻഡ് ഈക്വൽ ടു പ്രിന്റ് സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ വെറുതെ പ്രിന്റ് എൻ എന്ന് അടിച്ചാൽ, ഇഫ് യു റൈറ്റ് എ പ്രിന്റ് എൻ, നമ്മൾ വെറുതെ ഇപ്പോൾ ഉണ്ടായിരുന്നു, ലെറ്റ് മീ കട്ട് ഇറ്റ്, കൺട്രോൾ എക്സ്, പ്രിന്റ് എൻ എന്ന് വെറുതെ അടിച്ചു കഴിഞ്ഞാൽ നോക്കിയോ, ലെറ്റ്സ് റൺ ഇറ്റ് അഗൈൻ 3, ഈ പർട്ടിക്കുലർ ലൈൻ എക്സിക്യൂട്ട് ചെയ്തു, ഫോളോഡ് ബൈ ദിസ് വിൽ ബി എക്സിക്യൂട്ടഡ്. നൗ I just don't want this to go to the next line. അടുത്ത ലൈനിൽ പോകണ്ട, ആ ലൈനിൽ തന്നെ തുടരണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ 3 കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ന്യൂ ലൈൻ പ്രിന്റ് ചെയ്തതാണ് നമ്മുടെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്. ഈ ആദ്യത്തെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ന്യൂ ലൈൻ പ്രിന്റ് ചെയ്യും. നിങ്ങൾ എപ്പോഴെങ്കിലും പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് റൺ ചെയ്യുക. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഐഡിയ ആഡ് ചെയ്യാം, ഇങ്ങനെ ഒരു പാരാമീറ്റർ ആഡ് ചെയ്യാം, എൻഡ്, അതായത് /n പകരം യു പുട്ട് എ സ്പേസ് there. So let us run it. So see here, both are the 3 print ചെയ്തു, instead of /n you put a space, 9 print ചെയ്തു, അതായത് 3 square print ചെയ്തു. Here ഇവിടെ നമ്മൾ end ഒന്നും പറഞ്ഞിട്ടില്ല. So it goes to automatically go to the next line and this continues. Okay, so this is an example. Here is another example. You can see this is I am counting from 1 2 3 with the end everywhere. After each statement I am putting an end. Okay, that goes on. Now you can actually print the product of first n integers. നിങ്ങൾ ആദ്യത്തെ n ഇന്റിജേഴ്സിന്റെ പ്രോഡക്റ്റ് ഉണ്ടാക്കണമെന്നിരിക്കട്ടെ. അപ്പൊ അതിന് ഈ പർട്ടിക്കുലർ പീസ് ഓഫ് കോഡ് നമ്മൾ പലപ്പോഴും റീയൂസ് ചെയ്യുന്ന ഒന്നാണ്. നമ്മൾ ഒരു വാല്യൂവിനെ ഇനിഷ്യേറ്റ്, ഇപ്പൊ നമ്മൾ ആദ്യത്തെ 5 നമ്പറുകളുടെ പ്രോഡക്റ്റ് എടുക്കാൻ പോവുകയാണ്. Okay, there is one disturbance. My power went off. I don't know how long my laptop will last or my network will last. Just 1 second. I'm still in the meeting, I think. Okay, fine. Okay. Okay, so I was telling about the product. So I have initialized a variable called product to 1. Then I am counting 1 to 5. 1 to 5. So what I will be counting initially will be 1 2 3 up to 4. This I will be counting. So let us do that. So now if I can do this, so I am uncommenting one more line. I have commented last 2 lines. So product equal to product into count. So what will happen? Initial value of product is 1. So product into 1. Count is 1 2 3 successively. 1 into this one will be coming. 1 into this product. Now let me print that product here. So what will it will be printing? 1. The count it printed here. This is the count 1. The product will be 1 into 1. That will be 1. Now next the count will become 2. 2 into 1 again 2 again 2. Then count became 3. 3 into 2 6. So and so on it goes on. Now just examine this. So I'm just moving this to left. So only the last product will be printed now. See 1 2 3 4. Then the last thing, this one produces this 24. So this is how that indentation in Python works. Okay, now let us explore a little bit more. I am summing between 2 numbers. അത് എനിക്ക് 2 നമ്പറുകളുടെ ഇടയിലുള്ള പ്രോഡക്റ്റ് കണ്ടിടും. 5ന്റെയും ഒരു 20ന്റെ ഇടയിലുള്ള എല്ലാ ഇന്റിജേഴ്സിന്റെ സം ഒന്ന് കണ്ടുപിടിക്കണമെന്നിരിക്കട്ടെ. അതിനുള്ളൊരു ജനറൽ പർപ്പസ് പ്രോഗ്രാം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ ലൈനിൽ ഒരു ലോവർ എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഇൻപുട്ട് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യും. അപ്പർ എന്ന് പറഞ്ഞാൽ വേറെ ഇൻപുട്ട് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യും. എന്നിട്ട് സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഓരോന്ന് സമ്മിന്റെ കൂടെ ഈ നമ്പർ കൂട്ടും ഓരോന്ന്. അപ്പോൾ സോ ദാറ്റ് the summation between 2 different range will be happening. അപ്പോൾ ഞാനിവിടെ ഒരു upper +1 ഇട്ടിട്ടുണ്ട്, so that in order to include that also, that particular number also.
So let us run it. So I'm entering 10 here, then maybe 20. So this will produce the sum of all integers between 10 and 20. So you should clearly understand what I did. I initialized a sum to 0. Then I created a range between 10 and 20. So for including 20, I have included +1 here with the upper here. Here I have included an additional one just to take care of that. Then I am summing up one by one, sum equal to original sum value plus number, and this is successively being assigned to the sum, and finally you print out the sum. So this is how you execute a for loop. അപ്പോൾ ഇത് ഇതിനകത്ത് ഇനി വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ദിസ് ഇസ് വെരി സിമ്പിൾ തിങ്, വെരി സിമ്പിൾ സ്ട്രക്ചർ. whoever have done a little bit of programming earlier, for them it's a very simple thing. Now let us come to something else. See here, ഇത് ജൂപ്പിറ്ററിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാൻ പോവാണ്. ജൂപ്പിറ്ററിൽ I haven't tested this on mobile guys, you can just test these lines and report me. നിങ്ങൾ ജൂപ്പിറ്ററിൽ ഇത് റൺ ചെയ്താൽ a equal to 10 എന്ന് അസൈൻ ചെയ്തു, എന്നിട്ട് a പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു, b equal to 20 എന്ന് അസൈൻ ചെയ്തു, b പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ ജൂപ്പിറ്ററിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇത് ലാസ്റ്റ് ഔട്ട്പുട്ട് മാത്രമേ പ്രിന്റ് ചെയ്യൂ. I will show you that. What? See, yeah, because I have enabled this. Okay, ഇത് നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ എനിക്ക് രണ്ടും പ്രിന്റ് ചെയ്തു. ഇപ്പൊ രണ്ടും പ്രിന്റ് ചെയ്യരുത് എന്നാണ് എന്റെ കണ്ടൻഷൻ. അത് എന്തുകൊണ്ടാണ് രണ്ടും പ്രിന്റ് ചെയ്തത്? അങ്ങനെ രണ്ടും പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇന്ററാക്ട് ചെയ്തിട്ട് ഓരോ ലൈനിലെ ഔട്ട്പുട്ടുകൾ, ഇടയ്ക്കിടയ്ക്കുള്ള ഇന്റർമീഡിയറ്റ് ഔട്ട്പുട്ടുകൾ ഇങ്ങനെ പ്രിന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സെറ്റ്, ഇങ്ങനെ ഒരു സാധനം റൺ ചെയ്യണം, ഇന്റർമീഡിയറ്റ് ഔട്ട്പുട്ട്. അപ്പൊ ഇത് നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിരുന്നത്, അത് കാണാതൊന്നും പഠിക്കണ്ട. സോ യു ഷുഡ് ഹാവ് ആൻ ഐഡിയ. ഇടയ്ക്കിടയ്ക്കുള്ള റിസൾട്ടുകൾ പ്രിന്റ് ചെയ്ത് വരുന്നില്ലെങ്കിൽ അതിന്റെ റീസൺ ഈ പർട്ടിക്കുലർ ലൈനുകൾ, അതായത് ഇന്ററാക്റ്റീവ് ഷെല്ലിലെ എല്ലാ ഇന്ററാക്ടിവിറ്റിയും പ്രിന്റ് ചെയ്യണമെന്ന് നമ്മൾ ഇതിനെ കൊണ്ട് പറഞ്ഞു. അപ്പൊ എനിക്കിത് പ്രിന്റ് ചെയ്ത് ഞാൻ ഇന്ന് ഇത് നിങ്ങളുടെ കോഡ് ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് ഞാനിത് ഓൾറെഡി റൺ ചെയ്തായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് പ്രിന്റ് ചെയ്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് വരൂല. നിങ്ങൾ ചെയ്യുമ്പോൾ ഈ കോഡ് ഈ 20 മാത്രമേ പ്രിന്റ് ചെയ്യൂ. വെൻ യു റൺ ദിസ്, ഇത് റൺ ചെയ്തിട്ട് തിരിച്ചു പോയിട്ട് റീറൺ ചെയ്താൽ ഇത് രണ്ടും വരും. ഇപ്പൊ എനിക്ക് ഞാനത് തിരിച്ച് ഓഫ് ചെയ്യാത്തതുകൊണ്ടാണ്. ഇനി യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഹൗ ടു സ്വിച്ച് ഇറ്റ് ഓഫ്. അതെങ്ങനെയാണ് ഇന്ററാക്റ്റീവ് സാധനം സ്വിച്ച് ഓഫ് ചെയ്യുന്നത് എന്ന് ഡോക്യുമെന്റേഷൻ നോക്കി കണ്ടുപിടിക്കണം. Then let us come to the next step. ഇപ്പം നമ്മൾ ഈ ഫോർ ലൂപ്പുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ കോമൺ ആയിട്ട് ഇങ്ങനത്തെ എക്സ്പ്രഷൻസ് ഉപയോഗിക്കും. x equal to x plus 1. ഇറ്റ് മീൻസ് ദാറ്റ് എക്സിന്റെ വാല്യൂ കറണ്ട് വാല്യൂവിൻ്റെ ഒപ്പം ഒന്നുകൂടെ കൂട്ടുക, അല്ലെങ്കിൽ എക്സിന്റെ കറണ്ട് വാല്യൂവിനൊപ്പം രണ്ടും കൂടെ കൂട്ടുക. ഇപ്പം ഇങ്ങനത്തെ എക്സ്പ്രഷൻസ് ധാരാളമായിട്ട് നമ്മൾ ലൂപ്പ് സ്റ്റേറ്റ്മെന്റുകൾ ഉപയോഗിക്കും. അത് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിലും ഇത്തരം സ്റ്റേറ്റ്മെന്റുകളുണ്ട്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഒരു ഷോർട്ട് കട്ട് പൈത്തൺ തരുന്നുണ്ട്. അപ്പൊ ആ ഷോർട്ട് കട്ട് ഇങ്ങനെ, ഇപ്പൊ ഉദാഹരണത്തിന് a equal to 15, a plus c equal to 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയുടെ കൂടെ ദിസ് ഇസ് ഈക്വൽ ടു ദിസ് വൺ. അപ്പൊ ഇതാണ് ഓഗ്മെന്റഡ് അസൈൻമെന്റ് എന്നാണ് ഇതിനെ വിളിക്കുക. അപ്പൊ ഉദാഹരണത്തിന് ഞാനിതാ ഇവിടെ വേറെ ഒന്നൊരു കാണിക്കാം. a മൈനസ് ഈക്വൽ ടു 4. അതായത് ഇപ്പോൾ എയുടെ കറണ്ട് 18 ഇപ്പൊ കറണ്ട് വാല്യൂ 18 ആണ്. 18 ഇപ്പൊ 4 കുറയും, 14 ആയി. ഇനി ഇതേപോലെ നിങ്ങൾക്ക് ആക്ച്വലി സ്ട്രിങ്ങുകളെ കൺകാറ്റനേഷൻ ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ട് പ്ലസ് ഈക്വൽ ടു എന്ന് കൊടുത്താൽ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സി ഹിയർ, ഇപ്പോൾ ഒറിജിനലി സ്ട്രിങ്ങിന്റെ വാല്യൂ ഇതായിരുന്നു. ഐ ഹാവ് ജസ്റ്റ് ആഡഡ് ദിസ്. ഓക്കെ, സോ ഈ നിങ്ങൾ ഈ ലൂപ്പുകൾ ചെയ്യുമ്പോൾ, ഫോർ ലൂപ്പുകളോ അല്ലെങ്കിൽ റേഞ്ച് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുമ്പോൾ ഓഫ് ബൈ 1 എറർ എന്ന് പറഞ്ഞൊരു എറർ സാധാരണ എല്ലാവരും ഉണ്ടാക്കും. അപ്പോൾ അത് യു ഷുഡ് ബി വെരി കെയർഫുൾ അബൌട്ട് ഇറ്റ്. ദാറ്റ് ഇസ് ബിക്കോസ് വി തിങ്ക്, ലുക്ക് അറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഫോർ കൗണ്ട് ഇൻ I equal to range 1 to 4, so print count. We think that it prints between 1 and 4, but unfortunately 1, 2, 3 ഉള്ളൂ. there is an off by 1 error. നമുക്ക് പലപ്പോഴും നമ്മുടെ ലോജിക്കൽ എറർ ആയിട്ട് വരും ഇത്. നമ്മൾ ഈ ഒരു നാലാമത്തേത് കൂട്ടാതെ പോകും. അപ്പോൾ 1 മുതൽ 4 വരെ ചെയ്യണമെങ്കിൽ യു ഷുഡ് ഹാവ്
1 to 5 here. Okay. You can also count back. You can also count back. In a range statement, you can put 10 to 0, -1. If you give a step as -1, this range will be taken as 10, 9, 8 എന്ന് പറഞ്ഞ് റിവേഴ്സ് ആയിട്ട് കൗണ്ട് ചെയ്യും. So let's have a look. Where is this? See, 9, 10 ഇങ്ങനെ പോകും. So if you look at this particular statement, so this particular statement is a special object actually, and if you want to print it, print 1 to 9, list again. So don't get confused here. I will just leave it. We will be coming to it next in the next class. What are lists and etc. Now another thing you should be careful about is formatting your outputs. So this is very important. When you write programs, the results should be displayed to your users. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഉത്തരങ്ങളെ അല്ലെങ്കിൽ റിസൾട്ടുകളെ കൃത്യമായിട്ട് ഫോർമാറ്റ് ചെയ്തായിരിക്കണം പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനത്തെ അത് ഫോർമാറ്റിംഗ് ക്യാരക്ടേഴ്സ് എന്താണെന്നാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഉദാഹരണത്തിന് so let us look at this. Let's look at this. അപ്പോൾ ഇത് ഒരു ഫോർമാറ്റിംഗ് മെക്കാനിസമാണ്. ഞാൻ 4 എന്ന് പറഞ്ഞ വാല്യൂവിനെ സ്ട്രിങ്ങിനെയാണ് ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ പോകുന്നത്. 4 എന്ന് പറഞ്ഞ സ്ട്രിങ്ങിനെ ഞാൻ പ്രിന്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പ്രിന്റ് ചെയ്യുമ്പോൾ എങ്ങനെ പ്രിന്റ് ചെയ്യണം എന്നുള്ളതാണ് ഇടതുവശത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് പറഞ്ഞേക്കുന്നത് 6 സ്ഥലത്തായിട്ടായിരിക്കണം, 6 ക്യാരക്ടർ സ്പേസിലായിരിക്കണം ഈ ഇതിനെ പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് അത് പലപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഫോമൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ 5 കോളം 6 കോളം ഒക്കെ കണ്ടിട്ടില്ല. അപ്പോൾ ആ കറക്റ്റ് കോളത്തിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫോർമാറ്റ് സ്ട്രിങ്ങുകളുള്ളത്. നമുക്ക് പ്രിന്റ് ചെയ്ത സാധനത്തിൽ. അപ്പോൾ ഇത് പറഞ്ഞേക്കുന്നത് ഇതാണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ട സാധനം, പ്രിന്റ് ചെയ്യേണ്ട ഡേറ്റ ഇതാണ് ലെഫ്റ്റിലുള്ള പെർസെൻറ്റേജ് സൈഡിന് ലെഫ്റ്റിലുള്ളതാണ് ഫോർമാറ്റ് സ്ട്രിങ്. അപ്പോൾ ഇത് പറഞ്ഞേക്കുന്നത് 6 ക്യാരക്ടേഴ്സ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഇത് റൈറ്റ് ജസ്റ്റിഫൈ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. +6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രിങ്ങിനെ എസ് ഇൻഡിക്കേറ്റ് സ്ട്രിങ്ങിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പൈത്തൺ 6s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ മനസ്സിലാക്കുന്നത് ഇവിടെ ഈ പ്രിന്റ് ചെയ്യേണ്ട സ്ഥലത്ത് ഒരു സ്ട്രിങ് പ്രിന്റ് ചെയ്യണം. അത് 6 ക്യാരക്ടർ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അത് റൈറ്റ് ജസ്റ്റിഫൈഡ് ആയിരിക്കണം ഉണ്ടാകുക. അപ്പോൾ ഇത് അതേ കാര്യം തന്നെ ഞാൻ -6s എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ലെഫ്റ്റ് ജസ്റ്റിഫൈ ചെയ്ത് വരും. കണ്ടോ, ലെഫ്റ്റിലോട്ട് ബാക്കി 3 ക്യാരക്ടർ 2 സ്ഥലം ഇവിടെ ഇട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് പലപ്പോഴും പല ഭംഗിയുള്ള ഉത്തരങ്ങളെ ഭംഗിയാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ലുക്ക് ഹിയർ ഇൻ ദ നെക്സ്റ്റ് എക്സാമ്പിൾ. ഞാൻ 7 മുതൽ 11 വരെയുള്ള സാധനങ്ങളെ ഒരു 10 to the power 7 ഒന്ന് പ്രിന്റ് ചെയ്യാൻ പോവാ 7. അപ്പോൾ ഇത് പ്രിന്റ് ചെയ്യുന്ന ലെറ്റ് us run the code and then explain. ഇതിന്റെ ഇതാണ് 7 10 to the power 7, 8 10 to the power 8, 9 10 to the power 9, 10 to the power 10. ഇങ്ങനെയാണ് എനിക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കിക്കോളൂ. സോ ഹിയർ ഇസ് എ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്. സോ ദ ഫസ്റ്റ് thing what I say is that -3d. അപ്പോൾ -3d എന്ന് പറഞ്ഞാൽ ഇവിടെ 3 പൊസിഷനിലാണ് ഞാൻ ഈ പർട്ടിക്കുലർ വാല്യൂന് എക്സ്പോണന്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്ഥാനത്തെ പ്രിന്റ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് തിങ്. ഇറ്റ്സ് എ ഡെസിമൽ തിങ് or it is an integer thing. അതുകൊണ്ടാണ് -d കൊടുത്തത്. ഇനി അടുത്തത് അപ്പോൾ സോ ദാറ്റ് is left justified. This is left -1 left justified. ഇനി അടുത്തത് 12 ക്യാരക്ടർ പൊസിഷനിലാണ് എഴുതുന്നത്. 12 ക്യാരക്ടർ പൊസിഷനിലാണ് റൈറ്റ് ജസ്റ്റിഫൈഡ് ആണ് രണ്ടാമത്തെ വേരിയബിൾ എഴുതുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഭംഗിയുള്ള ഔട്ട്പുട്ടുകൾ ഉണ്ടാകാം. ലെറ്റ് us look at something else. Like say for example സാലറി എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട് എനിക്ക്. ആ സാലറീനെ ഞാനൊന്ന് പ്രിന്റ് ചെയ്യാം. ഇപ്പം നമുക്ക് സാലറി വേണമെങ്കിൽ ഇങ്ങനെ പ്രിന്റ് ചെയ്യാം. അതർവൈസ് നമുക്ക് വേണമെങ്കിൽ അതിന് പ്രിസിഷൻ വെച്ച് 2 ഇത് കണ്ടു, ഇവിടെ 2 പ്രിസിഷൻ വെച്ച് ചെയ്ത്. അപ്പം ഞാൻ കുറച്ച് റീഡിങ് മെറ്റീരിയൽ നമ്മുടെ മൂഡിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ മറ്റേ ഫോർമാറ്റ് സ്ട്രിങ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈ ഔട്ട്പുട്ടുകളെ ഭംഗിയാക്കുന്നതിനുള്ള കുറേ അധികം സ്ട്രിങ്ങുകളും ഡീറ്റെയിൽസും അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സോ എവരിബഡി ഷുഡ് റീഡ് ദാറ്റ് പോർഷൻ. ഓക്കെ,
So this is the example of a typical thing, how this is directly taken from that your reading material. You can explore and find out what are the other things. So I will be posting a couple of exercises later regarding this also. Okay, so that is the idea behind your for loops. Now let us. Hello, sir. Yes, tell me. So can you share this PDF, sir? PDF of this file. It is in the Moodle. Did you see? Okay, sir. മൂഡില് നിങ്ങൾ കണ്ടില്ലേ, ഞാൻ മൂഡിൽ അത് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും 3 മൂഡിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഹാവ് എ ലുക്ക്. ഈ PDF നിങ്ങൾ ഈ PDF നോക്കിയാണ് ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾ ഇത് ടൈപ്പ് ചെയ്യല്ല ചെയ്യേണ്ടത്. യു കൻ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ഫ്രം ദ PDF. ഐ ഡോണ്ട് കെയർ. പക്ഷെ നിങ്ങൾ ഓരോന്നും ഇത് ചെയ്യണം. ഓരോന്നും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എറർ വരും. കോപ്പി പേസ്റ്റ് ചെയ്താൽ PDF കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എറർ വരും. ചിലത് വർക്ക് ചെയ്യും, ചിലത് വർക്ക് ചെയ്യില്ല. അപ്പോൾ എനിക്ക് വേണ്ടത് അത് തന്നെയാണ്. നിങ്ങൾ ആ എററുകൾ വരുത്തുമ്പോഴാണ് you will definitely look for how to make it correct. അപ്പൊ ആ ഒരു ഇതിനു വേണ്ടിയിട്ട്, അല്ലെങ്കിൽ I could have straight away posted the PNB or the HTML. അപ്പൊ ഞാൻ അതിനുവേണ്ടി PDF ഇട്ടിരിക്കുന്നത്. അപ്പൊ PDF നിങ്ങൾ you can just copy paste. I'll show you the PDF here. Okay, you can just look at the your Moodle. Anyway, let me go ahead. So next thing we will see is we will look at logical operators. We are going to look at if and else statements. അപ്പോൾ ഇത് നമുക്ക് പ്രോഗ്രാമിൽ ഡിസിഷൻസ് മേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആണ് if സ്റ്റേറ്റ്മെന്റും if else സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് വരിക. അപ്പൊ അതിന് തൊട്ട് മുമ്പ് നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കണം. ഉദാഹരണത്തിന് ഞാനിവിടെ 4 greater than 6 എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ? So what is your where is this? What happened? Yeah, this one. This is, let's see. False. Let's see what happened. It's a false statement. അല്ലേ? അപ്പൊ ഇങ്ങനെ നമ്മൾ ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് എഴുതാം. ചില ഓപ്പറേറ്റേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ട്രൂ ഫോൾസ് നിങ്ങൾക്ക് തരുന്ന ഓപ്പറേറ്റേഴ്സിനാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് വിളിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറെ അധികം ഓപ്പറേറ്റേഴ്സ് പൈത്തൺ തരുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇങ്ങനത്തെ ഓപ്പറേറ്റേഴ്സ്, ഇത്രയാണ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ ഓപ്പറേറ്റേഴ്സ് എല്ലാം ഉദാഹരണത്തിന് ഞാനിതാ 4 = 4 എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ് ബിക്കോസ് 4 = 4 ആണ്. അല്ലെങ്കിൽ 4 = 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് വിൽ റിട്ടേൺ എ ഫോൾസ്. അപ്പൊ ഇത് ഫോൾസ് ആണ്. ഈ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണോ ട്രൂ ആണോ എന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചാണ് ഈ സ്റ്റേറ്റ്മെന്റുകൾ വർക്ക് ചെയ്യുക. നമ്മുടെ ഈഫും എൽസീഫും എലീഫ് സ്റ്റേറ്റ്മെന്റുകൾ വർക്ക് ചെയ്യുക ഈ ഏതെങ്കിലും ഒരു ലോജിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഒരു സാധനം ഇവാലുവേറ്റ് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ ചില കാര്യങ്ങൾ റൺ ചെയ്യും, ഫോൾസ് ആണെങ്കിൽ വേറെ ചില കാര്യങ്ങൾ റൺ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഇനി നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഞാൻ ഒരു കുഞ്ഞ് എക്സാമ്പിൾ ചെയ്യാൻ പോവാ. ഇതിന്റെ ഇത് വളരെ സിമ്പിളാണ്. നമ്മളൊരു മാത്ത് ഞാൻ ഇമ്പോർട്ട് ചെയ്തു, മാത്ത് ലൈബ്രറി എടുക്കാനായിട്ടാണ്. എന്നിട്ട് ഞാൻ ഒരു വേരിയബിളിനെ റീഡ് ചെയ്തു. ഏരിയ എന്ന് പറഞ്ഞൊരു വേരിയബിളിനെ റീഡ് ചെയ്തു. ഈ ഏരിയ വേരിയബിൾ ഈസ് ഫ്രം ക്യാപ്ചേർഡ് ഫ്രം കീബോർഡ്. അതാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. ഉണ്ടോ? ഇൻപുട്ട് എൻറ്റർ ദ ഏരിയ എന്നൊരു സ്ട്രിങ് പ്രിന്റ് ചെയ്തു. അതാണ് ഇൻപുട്ട്. നൗ ഐ കൺവേർട്ടഡ് ദാറ്റ് ടു ഫ്ലോട്ട്. സോ ദാറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ നമ്മൾ റീഡ് ചെയ്തെടുക്കുന്ന സാധനങ്ങളെല്ലാം സ്ട്രിങ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ പുറത്ത് മാത്സോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ യു ഷുഡ് കൺവേർട്ട് ഐദർ ടു ഇൻറ്റിജർ ഓർ എ float. So what I have done is I have converted this to a floating point thing. ഇനി അപ്പൊ ഞാൻ അങ്ങനെ ഏരിയ റീഡ് ചെയ്തിട്ട് ഈ ഏരിയയുടെ നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂ 0-ന് മുകളിലാണെങ്കിൽ ഞാൻ അതിൽ നിന്ന് റേഡിയസ് കമ്പ്യൂട്ട് ചെയ്തു. ഏരിയയിൽ നിന്ന് I think there is an error. Area, what is you need a square root thing. So my code, there is an error here. Anyway, you have to correct it. You have to when you do that, you have to correctly find out that sqrt, that function you have to find out, and then find out the correct radius. So my code is wrong here. I forgot to include that correct mathematical formula. Anyway, so I'm using some formula to compute it. But in the area math dot square root ആണ്. പറഞ്ഞോ, കേട്ടില്ല. ആരും ചോദിച്ചു പറഞ്ഞു കേട്ടില്ല. എസ്ക്യൂറിന്റെ കാര്യം ചോദിച്ചു. ഹലോ
somebody was asking some question. Anyway, നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടതായിരുന്നു math dot മാത്ത് ഡോട്ട് സ്ക്വയർ റൂട്ട്. ഓക്കെ, ദാറ്റ് ഇസ് എക്സാക്ട് തിങ് യു ടു ഡു. അല്ലെങ്കിൽ നിങ്ങൾ അതിനുള്ള വഴി കണ്ടുപിടിക്കണം. അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, സ്ക്വയർ റൂട്ട് എടുക്കുന്ന കാര്യം. ഞാനത് ഇടാൻ മറന്നുപോയി. അപ്പോൾ ദാറ്റ് ഡസൻ മേക്ക് എനി ഡിഫറൻസ്, ബിക്കോസ് നമ്മൾ മാത്ത് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ആ പ്രോബ്ലം അല്ല ചെയ്യുന്നത്, നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെന്റാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഐഡിയ ഇതാണ്, നിങ്ങൾ ഒരു ഏരിയ, ഞാൻ എൻ്റർ ചെയ്ത ഏരിയ 0 മുകളിലാണെങ്കിൽ ദീസ് 2 ലൈൻസ് വിൽ ബി എക്സിക്യൂട്ടഡ്. ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. അല്ലെങ്കിൽ എൽസ് ദിസ് വിൽ ബി എക്സിക്യൂട്ടഡ്. അപ്പം നമുക്കിത് റൺ ചെയ്ത് നോക്കാം എന്താ സംഭവിക്കാന്ന്. അപ്പോൾ റൺ ചെയ്യുമ്പോൾ അതൊരു ഏരിയ കൊടുക്കാൻ പറയും. ഞാൻ 10 കൊടുത്തു, 10 കൊടുത്ത് എൻ്റർ ചെയ്തു. അപ്പോൾ സോ ഇറ്റ് കമ്പ്യൂട്ടഡ് സംതിങ്, ബിക്കോസ് ദിസ് ഇസ് നോട്ട് ദ കറക്റ്റ് തിങ്, ബിക്കോസ് മൈ ഫോർമുല ഇസ് റോങ്. ഹൗഎവർ this you can correct. Now let us again rerun it. If I put say -2 as area, it will say that error. This may be a positive number. So you see how that 2 different sections are selectively run depending on the result of a logical operation. അല്ലെങ്കിൽ ലോജിക്കൽ ടെസ്റ്റ് ആണ് നമ്മൾ നടത്തി. ഏരിയ മോൾ 0 കൂടുതലാണോ, ആണെങ്കിൽ ട്രൂ ആണെങ്കിൽ ഈ പോർഷൻ, ഫോൾസ് ആണെങ്കിൽ ഈ പോർഷൻ. അതാണ് ഈ സ്റ്റേറ്റ്മെന്റുകളുടെ ബേസിക് ഐഡിയ. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ കൺട്രോൾ, ഈ സ്റ്റേറ്റ്മെന്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. സോ ലുക്ക് അറ്റ് ദ ഫിഗർ. സോ വി ഡു എ ലോജിക്കൽ ഓപ്പറേഷൻ ഹിയർ. ഈ ഓപ്പറേഷൻ കറക്റ്റ് ആണെങ്കിൽ, ട്രൂ ആണെങ്കിൽ നമ്മൾ ഈ സെറ്റ് ഓഫ് സീക്വൻസ് ഓഫ് സെന്റൻസസ് എക്സിക്യൂട്ട് ചെയ്യും. ഫോൾസ് ആണെങ്കിൽ അടുത്ത ഒരു സെറ്റ് ആയിരിക്കും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, 1 second. Okay. Yeah. Now, so this is now let us do some more thing. ഞാൻ 1-2 examples കൊണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. You can also try that. ഇതെന്തായിരുന്നു, what was that? So it is asking you to input 2 numbers. അപ്പോൾ 2 നമ്പേഴ്സിൽ 2 നമ്പർ എൻ്റർ ചെയ്തിട്ട് ഏതാണ് വലുത് ഏതാണ് ചെറുതെന്ന് പറയാനാണ് പറയുന്നത്. ലോജിക് ഈസ് വെരി സിമ്പിൾ ആൻഡ് സില്ലി. ഒന്നാമത്തെ രണ്ടാമത്തെ വലുതാണെങ്കിൽ അതാണ് മാക്സിമം ഇതാണെന്ന് പറയും, മറ്റേത് 2 ആണെന്ന് പറയും, അല്ലെങ്കിൽ തിരിച്ചു പറയും. അപ്പൊ ഇതിനൊരു എറർ ഉണ്ട്. ഇതിനൊരു ആക്ച്വലി ലോജിക്കൽ എറർ. 2 നമ്പർ എൻ്റർ ചെയ്യുന്ന 2 നമ്പർ ഒരേപോലെ ആണെങ്കിൽ there is some issue. So here is my code, and let me enter the first number 10. So enter the second number 23. So maximum is 23, minimum is 10. The other way around also you can try out various combinations. Okay, അപ്പോൾ ഇതിന്റെ ലോജിക്ക് ഇതാണ്. So okay, this is from some other place. Okay, run. Here is another one. ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു, 12. എന്നിട്ട് ഞാൻ if x less than x ആണെങ്കിൽ ഞാൻ എൻ്റെ x equal to -x എന്നാക്കി എൻ്റെ മോഡുലസ് കണ്ടുപിടിച്ചു, പ്രിന്റ് എക്സ്. സോ -x കൊടുത്താലും +x കൊടുത്താലും ചെയ്യും. അപ്പൊ ഇതിന്റെ മീനിങ് അല്ല, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റുകൾ ഉപയോഗിക്കുമ്പോൾ യു ക്യാൻ ഡ്രോപ്പ് ദി എൽ സ്റ്റേറ്റ്മെന്റ്. ദാറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഹിയർ. സോ ദിസ് ഇസ് ദ എക്സാമ്പിൾ. സോ യു ക്യാൻ ജസ്റ്റ് ഡ്രോപ്പ് ദ എൽസ് പോർഷൻ. ഇറ്റ് ഇസ് നോട്ട് mandatory. What happens is that when you do a list of statements, ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ചെയ്തു പോകും, അല്ലെങ്കിൽ ഇത് നോർമലി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും നിങ്ങളുടെ പ്രോഗ്രാം. അപ്പൊ അതാണ് ഇതിന്റെ മീനിങ്. സോ യു ക്യാൻ ഡ്രോപ്പ് യുവർ else part. Now before I move on, I will just want to show you, invite your attention to one more thing. So let us look at that if statement here. If so, there is an if. This is if. There is a logical test here. X or y greater than y, less than y. ഞാൻ ആ കാണിച്ച ഓപ്പറേറ്റർ ഏതെങ്കിലും ഉപയോഗിച്ചിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്. Followed by there is a colon here. Don't forget this colon. Then ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റുകൾ ഒരു ഇൻഡന്റേഷൻ സൈഡ് കുറച്ച് ഇപ്പുറത്തോട് മാറ്റി വെച്ചിട്ടുണ്ട്, കുറച്ച് ഇപ്പുറത്ത് കണ്ടോ. ഇനി അതല്ലെങ്കിൽ എൽസ് കഴിഞ്ഞ് ഇതേപോലെ ഒരു കോളൻ ഉണ്ട്. പീപ്പിൾ ഓൾവേസ് ഫർഗെറ്റ് ഇറ്റ്. സോ നമ്മൾ ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഉള്ളൊരു പ്രോബ്ലം അതാണ്, നിങ്ങൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മറന്നു പോകും. എന്നിട്ട് സെക്കൻഡ്ലി ദിസ് ഇസ് ദി റിമൈനിങ് സ്റ്റേറ്റ്മെന്റ്. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഡന്റേഷൻ ലെവൽ ബാക്കിലാണ്. അപ്പോൾ സോ ഇത്
you can think of the entire thing here. The thing I have marked as a single block. ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കരുതാം. അത് അങ്ങനെ ചെയ്ത് വരുമ്പോൾ ഒരു സാധനം ചെയ്തു വരുന്ന ഒരു ബ്ലോക്കാണ്, അതിന്റെ അടിയിൽ അടുത്ത ബ്ലോക്കാണ്. അങ്ങനെ ചെയ്ത് പോകുന്ന സാധനങ്ങളായിട്ട് വേണം നമ്മൾ ഇതിനെ കരുതാൻ. ഓക്കെ, now there is one more, multi-way elif. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാം. നിങ്ങളുടെ ടീച്ചർ നിങ്ങളുടെ ഗ്രേഡ് എൻ്റർ ചെയ്യാൻ നിൽക്കട്ടെ, ക്ലാസ്സിലെ ഗ്രേഡ്. അപ്പോൾ 89 മുകളിലുള്ളവനല്ല എ ഗ്രേഡ്, 79 മുകളിലുള്ളവനാണ് ബി, 69 മുകളിലുള്ളവൻ എല്ലാം സി, അല്ലെങ്കിൽ ഇതിന് താഴെയുള്ളവനല്ല എഫ്. ഇങ്ങനെ ഗ്രേഡ് ഇടണമെന്നിരിക്കട്ടെ. അപ്പോൾ അതിനുള്ളൊരു വഴിയാണ് ഈ കാണിച്ചേക്കുന്നത്. സി ഗ്രേഡ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. എൻ്റർ ചെയ്തിട്ട് if I did a one test, if number greater than 89, I put A, letter equal to A. Else അല്ലെങ്കിൽ നമ്പർ 79 മുകളിലാണോ എന്നുള്ളതാണ് ഈ കാര്യം പറഞ്ഞേക്കുന്നത്. ഇതുമല്ല 69 മുകളിലാണെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ ദിസ് വൺ. അപ്പൊ ഇങ്ങനെ നമുക്ക് മൾട്ടി പാത്തുള്ള മൾട്ടി വേ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാക്കാൻ പറ്റും. മൾട്ടി കണ്ടീഷൻസ് ചെക്ക് ചെയ്യാം. ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തു, അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്ത് അവസാനത്തെ കണ്ടീഷനിലെത്താം. ദിസ് ഈസ് സംതിങ് യു ഷുഡ് റിമെമ്പർ. So how this is done, how that syntax is, say here is a semicolon, here is it is not else if, it is elif. Beware, people will write else if, it is called elif. Then here you have another semicolon. So here is your block of statement to be done. See, you can have multiple statement here, onniladhigam venengil possible aanu. In this case it is only one statement. So let us run it. So if I put 10 as your mark, this will give you will get F. ഇനി ഇതേപോലെ നിങ്ങൾക്ക് കോമ്പൗണ്ട് കണ്ടീഷൻസ് ബിൽഡ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഈ പ്രോഗ്രാമിന് ഒരു ചെറിയ കുഴപ്പമുണ്ട്. ലെറ്റ് us run. ടീച്ചർ എൻ്റർ ചെയ്തപ്പം 10 110 ആയിപ്പോയി. ഇപ്പൊ ഗ്രേഡ് A ആയിപ്പോയി 10 പകരം. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഇത് സംഭവിക്കുന്ന ഇങ്ങനത്തെ കുഞ്ഞു ഇതില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് റിവാല്യൂ ചെയ്യുമ്പോൾ 5 ഉണ്ടാകുന്ന 50 ഉണ്ടാകുന്നത് 5 ആയി മാറുന്ന നിരവധി സംഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ അങ്ങനെ വരാതിരിക്കാനായിട്ട് സോ ലെറ്റ് us do, you can do one thing. If number greater than 0 and number less than or equal to 0, അങ്ങനെ ആണെങ്കിൽ ആയിരിക്കണം ഇത് നമ്മൾ പ്രോസസ് ചെയ്യേണ്ടത്. അതർവൈസ് ഇവനെ ചെയ്യാൻ സമ്മതിക്കരുത്, ഈ പ്രോസസ് ചെയ്യാൻ സമ്മതിക്കരുത്. അപ്പൊ ഇങ്ങനെ കോഡ് എഴുതുന്നതിന് കോമ്പൗണ്ട് കണ്ടീഷൻസ് പറയും. നമുക്ക് കണ്ടീഷൻസ് കോമ്പൗണ്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആൻഡ് ഓർ നോട്ട് ഇങ്ങനെ 3 ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് പോസിബിൾ ആണ്. കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിന് ഇത് കൂടാതെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും കൂടെ പോസിബിൾ ആണ്. അപ്പൊ ഞാൻ എൻ്റെ ഇവിടെ ഐ ജസ്റ്റ് മെയ്ഡ് എ മിസ്റ്റേക്ക് ഹിയർ. ഇറ്റ്സ് ലോജിക്കൽ ആൻഡ് ഹിയർ വാട്ട് കമ്പാരി the son operator എന്നായിരിക്കണം വരേണ്ടത്. And logical operators. I forgot when I wrote the slide, I made that mistake. Comparison is something, and the other thing, that is logical operation, is something else. The logical operation is this and or kind of thing. Comparison is something which we saw earlier. So this you can do. You can do combo, you can put brackets, you can build very complex expressions here. Okay, so that also you should you will be seeing later when you build real programs later, these conditions. Now we will stop our class today. It's already 3:30. No, 5 more minutes are there, with one more thing, that is a while loop. While loop is a അൺകണ്ടീഷണൽ ലൂപ്പ്. സോ അൺകണ്ടീഷണൽ നിങ്ങൾ ലൂപ്പ് അങ്ങ് തുടങ്ങി ഇൻഫിനിറ്റ് ആയിട്ട് ഓടിക്കാൻ വേണമെങ്കിൽ. സി ഫോർ എക്സാമ്പിൾ ഹിയർ ഈസ് 1 കൗണ്ട് ഈക്വൽ ടു 10 എന്ന് ഞാൻ ഇനിഷ്യലൈസ് ചെയ്തു. കൗണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കുന്നിടത്തോളം കാലം. സോ ദിസ് ഇസ് ദ കണ്ടീഷൻ. സേ ഇൻസ്റ്റെഡ് ഓഫ് ദ ലൂപ്പിംഗ് in the case of for loop we were using a range of values. ഇവിടെ ഞങ്ങൾ അങ്ങനെയല്ല ഉപയോഗിക്കുന്നത്. ലൂപ്പ് ചെയ്യാനായിട്ട് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയിരിക്കുന്നു ആ സമയത്ത് മുഴുവൻ ഇതങ്ങ് റൺ ചെയ്തോളൂ. ഇപ്പോൾ 1 കൂടുതലായി കൗണ്ടിന്റെ വാല്യൂ 1 കൂടുതലാണെങ്കിൽ ഇതങ്ങ് പ്രിന്റ് ചെയ്യും. കൗണ്ട് ഈക്വൽ ടു കൗണ്ട് -1. ലെറ്റ്സ് സീ ഹൗ ദിസ് ഇസ് ഡൺ.
So while loop also is generally used with a condition. നമ്മൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യണം. അപ്പോൾ ടെമ്പറേച്ചർ നമ്മുടെ ഒരു റിയൽ വേൾഡിലെ ആപ്ലിക്കേഷൻ എടുത്താൽ ടെമ്പറേച്ചർ 35 ഡിഗ്രിയിൽ താഴെ ഇരിക്കുന്നിടത്തോളം കാലം അതിനെ ഒന്നും ചെയ്യണ്ട, അല്ലെങ്കിൽ ചൂടാക്കിക്കൊണ്ടിരിക്കണം. 35 ഡിഗ്രി വരെ ടെമ്പറേച്ചർ എത്തിയാൽ വി ഷുഡ് സ്റ്റോപ്പ്. അപ്പൊ അത്തരം കണ്ടീഷൻസ്, അത്തരം സിനാരിയോസ് നമ്മൾ പ്രോഗ്രാം ചെയ്യാനായിട്ട് നമ്മുടെ മൈക്രോ കൺട്രോളർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചോ പ്രോഗ്രാം ചെയ്യുന്നതിനാണ് ഈ വൈൽ ലൂപ്പുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൂടെ കാണിച്ചിട്ടുണ്ട്. സി ഹിയർ, ഒരു സമ്മ ചെയ്യാൻ പോവാണ്. സം ഈക്വൽ ടു 0 എന്ന് ഞാൻ ഇനിഷ്യേറ്റ് ചെയ്തു. വൈൽ ട്രൂ, അതായത് ഐ എം സെറ്റിംഗ് അപ്പ് ആൻ ഇൻഫിനിറ്റ് ലൂപ്പ്. അതായത് ട്രൂ എന്ന് പറഞ്ഞ വാല്യൂ എപ്പോഴായിരിക്കും ട്രൂ എന്ന് പറഞ്ഞ ഒരു ലോജിക്കൽ കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് ഉള്ളിടത്തോളം കാലം ഞാൻ ഈ ഇൻഫിനിറ്റ് ലൂപ്പ് സെറ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ അതിന് പുറത്തിറങ്ങാൻ പോവുക. സോ ഡേറ്റ ഈസ് ഈക്വൽ ടു ഇൻപുട്ട് എ നമ്പർ. ഈ ഡേറ്റയുടെ വാല്യൂ ഒന്ന് നമ്മൾ ബ്ലാങ്ക് ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ യു വിൽ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് വിൽ കം ഔട്ട് ഓഫ് ദിസ് ലൂപ്പ്. ഈ ലൂപ്പിന് പുറത്തേക്ക് വരാനുള്ള വഴിയാണ് ബ്രേക്ക്. അതർവൈസ് യു വിൽ സം ഇറ്റ് അപ്പ്. നമുക്ക് ലെറ്റ് us run it. Say I will just run 10. I will put again I will put 10. So ഞാൻ 3 തവണ 10 ഇട്ടു. I will put a blank. അപ്പൊ ആ 3 കൂടെ കൂട്ടി വന്നുണ്ടോ? അപ്പൊ അത് ചെയ്തതാണ്. ഓരോ തവണ ഞാൻ എൻ്റർ ചെയ്തു, ഓരോ തവണ ഞാൻ ഡേറ്റ ക്യാപ്ചർ ചെയ്തു. ഡേറ്റ എനിക്ക് കിട്ടിയ ഡേറ്റ ബ്ലാങ്ക് ആണോ നോക്കി. ബ്ലാങ്ക് ആണെങ്കിൽ ഈ ബ്ലോക്ക് ബ്രേക്ക് ഇതൊക്കെ നിർത്തിക്കോളാൻ പറയും ഈ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്. അതർവൈസ് ഞാൻ ഇതിനെ കിട്ടിയ സാധനത്തിന് നമ്പറിനെ ഫ്ലോട്ട് ആക്കി അതിൻ്റെ കൂടെ കൂട്ടി തിരിച്ച് ഇങ്ങനെ വന്നു. അപ്പൊ ഇതാണ് ഇത്രയാണ് നിങ്ങളുടെ ഞാൻ മാർക്ക് ചെയ്ത ഈ പോർഷനാണ് നിങ്ങളുടെ വൈൽ ലൂപ്പ്. ഈ ലൂപ്പ് ട്രൂ, ഇത് ഇൻഫിനിറ്റി ലൂപ്പായിട്ട് സെറ്റ് ചെയ്തിരിക്കുക. പക്ഷേ നമ്മൾ അതിനകത്ത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു വഴി കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്, ബ്രേക്ക് സ്റ്റേറ്റ്മെന്റും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കോഡ് എഴുതുമ്പോൾ ഇത് വെക്കാൻ മറന്നു പോകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ഇൻഫിനിറ്റ് ആയിട്ട് ഇത് പുറത്ത് വരികയില്ല. ആ ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇതാണ് അടുത്ത സ്റ്റെപ്പ് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ അറിയേണ്ടത്. ഹിയർ ഈസ് വൺ മോർ എക്സാമ്പിൾ ഐ ഹാവ് ഗിവൺ. സോ നേരത്തെ നമ്മൾ പറഞ്ഞ ആ കേസാണ്, നമ്മുടെ റാങ്ക് അല്ല ഗ്രേഡ് എൻ്റർ ചെയ്യുന്ന കേസാണ്. ഇതൊരു ഇൻഫിനിറ്റ് ലൂപ്പ് സെറ്റ് ചെയ്തു. നമ്മൾ ഗ്രേഡ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഇതിനു മുമ്പ് ആണെങ്കിൽ 0-നും 100-നും ഇടയ്ക്കാണെങ്കിൽ നമ്മൾ ഓക്കെ ഫൈൻ, നമ്മൾ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പ്രിന്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ പറയും നിങ്ങൾ എൻ്റർ ചെയ്ത് തെറ്റാണ്, എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് ബാക്കിലേക്ക് പോകും. സോ ദിസ് വിൽ ബി റിപ്പീറ്റഡ്ലി റൺ. സി ഹിയർ, ഞാൻ 10 അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമ്പർ അടിച്ചാൽ ഓക്കെ അത് കറക്റ്റ് പ്രിന്റ് ചെയ്തു. അതർവൈസ് ഇഫ് ഐ ഡു സംതിങ് ലൈക്ക് 112 or 111, this you made a mistake. So this portion got into action. So we are combining a while loop with an if loop. This portion came into action and it actually printed this error, and then